വളരെ വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു വാർത്തയാണ് ഈ നല്ല പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. കേരള മുഖ്യമന്ത്രി നവകേരള ശില്പികളിൽ പ്രമുഖനുമായിരുന്ന സഖാവ് സി അച്യുതമേനോൻ്റെ ഒരു പൂർണ്ണകായ വെങ്കല പ്രതിമ നിർമ്മിച്ച് അത് പയ്യന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ കൂടിയൊക്കെ അത് കടന്നു വന്നു. ഇന്നലെയാണ് എറണാകുളം ജില്ല വഴി പോയത്. അപ്പോൾ ഈ വെങ്കല പ്രതിമ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എണ്ണപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രതിമകളുണ്ട്. അവിടെ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ തന്നെയുണ്ട്. അവിടെയാണ് സർ മാധവ റാവുവിൻ്റെ പ്രതിമ വെച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിലൊരു ദിവാനായിരുന്നു അദ്ദേഹം. പിന്നീട് പല പ്രമുഖന്മാരുടെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ പ്രസ് ക്ലബിൻ്റെ മുമ്പിലുണ്ട്. വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ മഹാകവി കുമാരനാശാനുണ്ട്. നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ EMS ഉണ്ട്. പിന്നെ അക്കാമ ചെറിയാനുണ്ട്, ആനി മസ്ക്രീനുണ്ട്, മഹാകവി ഉള്ളൂരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികളുടെയൊക്കെ പ്രതിമകൾ കൊണ്ട് സമ്പന്നമാണ് തിരുവനന്തപുരം നഗരം. തെക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ വിജയവാഡ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിമകളുള്ളത് തിരുവനന്തപുരത്തായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അവിടെ CPI-ക്കാരായ നേതാക്കന്മാർ ആരും തന്നെ പ്രതിമയില്ല. എമ്മൻ്റെ ഒരു ചെറിയ ഒരു പ്രതിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബസ്റ്റ് അത് MN സ്മാരകത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതൊരു പൂർണ്ണകായ പ്രതിമയാക്കാൻ ഇതുവരെ പാർട്ടിക്കാർക്ക് പറ്റിയിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു പോരായ്മ നികത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു സഖാവ് അച്യുതമേനോൻ്റെ ഒരു ഗംഭീരമായ പ്രതിമ ഉണ്ടാക്കി. 1000 കിലോ വെങ്കലം കൊണ്ടാണ് പണിഞ്ഞത്. ഉണ്ണി കാനായി എന്ന് പറഞ്ഞ ഒരു ശില്പിയാണിത് തീർത്ത് എന്ന് പറയും. പയ്യന്നൂരിൽ വെച്ചാണ് ഈ പ്രതിമ കാസ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് അത് എഴുന്നള്ളിച്ച് വലിയ ചുവന്ന തോരണങ്ങളൊക്കെ തൂക്കി പയ്യന്നൂരിൽ നിന്ന് നേരെ തെക്കോട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി അത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിനടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു മണ്ഡപത്തിൽ സഖാവ് ബിനോയ് വിശ്വം അനാച്ഛാദനം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ പൊതുവെ CPM-കാർ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് അച്യുതമേനോൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം MS വല്യത്താൻ മരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. മാർക്സിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചിച്ചു. പക്ഷേ ഒരൊറ്റ ആൾ പോലും MS വല്യത്താനെ തിരുവനന്തപുരത്ത് വിളിച്ചുകൊണ്ടുവന്ന് ഈ സ്ഥാപനം തുടങ്ങിയത് അച്യുതമേനോനാണ് എന്ന കാര്യം പറയാൻ കൂട്ടാക്കിയില്ല. മനോരമക്കാർ പറഞ്ഞു, പക്ഷേ മാർക്സിസ്റ്റുകാരും അംഗീകരിച്ചില്ല. മനോരമ ഡോക്ടർ രാമൻകുട്ടിയെ കൊണ്ടൊരു കുറിപ്പ് പോലും എഴുതിച്ചു. പക്ഷേ മാർക്സിസ്റ്റുകാർ ഒരിക്കലും അച്യുതമേനോൻ്റെ പേര് പറയില്ല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 50-ാം വാർഷികം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ആഘോഷിച്ചു. അതിനെക്കുറിച്ച് മന്ത്രി രാജീവ് വലിയ ലേഖനം ദേശാഭിമാനിയിൽ എഴുതി. അവിടെയും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുൻകൈ എടുത്തത് അച്യുതമേനോനാണ് എന്ന കാര്യം പറഞ്ഞില്ല. അന്ന് വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ ആയിരുന്നു എന്ന കാര്യവും പറഞ്ഞില്ല. ഈ കൊച്ചി സർവകലാശാല മണ്ണിൽ നിന്ന് മുളച്ചു വന്നാണ് എന്ന രീതിയിലാണ് മാർക്സിസ്റ്റുകാരുടെ ഒരു സമീപനം. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണെങ്കിലും പീച്ചിയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും മറ്റ് കാർഷിക സർവകലാശാല ആണെങ്കിലും ഒക്കെ അച്യുതമേനോൻ്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ചാണ്, അങ്ങനെ ആരംഭിച്ചവയാണ്. ഇതിൻ്റെയൊക്കെ 50-ാം വാർഷികം ഈ ദിവസങ്ങളിലാണ് കടന്നുപോയത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ്. ഒന്നിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതിരിക്കാനായിട്ട് CPM-കാർ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരുടെ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് തോന്നുന്നത് ഈ സഖാവ് EMS നമ്പൂതിരിപ്പാട് പ്രതിപക്ഷ നേതാവും CH കണാരൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കുന്ന സമയത്താണ് കാർഷിക സർവകലാശാല, വനഗവേഷണ കേന്ദ്രം, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അതുപോലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, കെൽട്രോൺ ഒക്കെ ഉണ്ടായത് എന്ന്. ഇതൊക്കെ തുടങ്ങിയ സമയത്ത് മുടക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ആളുകളാണ് ഈ CPM-കാർ. അങ്ങനെ അച്യുതമേനോൻ്റെ പേര് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമം ഊർജിതമായിട്ട് നടക്കുന്ന സമയത്താണ് CPI-ക്കാർക്ക് പെട്ടെന്ന് വീണ്ടും വിചാരമുണ്ടായിട്ട് അച്യുതമേനോൻ്റെ ഒരു പ്രതിമ ഉണ്ടായിക്കളയാം എന്ന് തീരുമാനിച്ചു. സത്യത്തിൽ ഈ പ്രതിമ സ്ഥാപിക്കേണ്ട മ്യൂസിയത്തിൻ്റെ പരിസരത്തല്ല, അത് വെക്കേണ്ടത് ഈ AKG സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ കാണണം ഇങ്ങനെ ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് അവർ കാണണം. അതിന് വേണ്ടിയിട്ട് ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും അവിടെ ആരും സ്ഥലം അനുവദിക്കുകയോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പാർട്ടിക്കാർ തയ്യാറാവുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അത് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരു നിർദ്ദേശമാണ്. കാരണം ആളുകൾ കാണാൻ വേണ്ടിയിട്ട്
ഇത് കണ്ടാൽ ഇവർക്ക് നാണം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും അത് അനിവാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു CPI നേതാവിന് പ്രതിമ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ എമ്മൻ്റെ ഒരു മുഖം അവിടെ ഉണ്ട്. അതിലുപരി സഖാവ് KT ജേക്കബിൻ്റെ ഒരു പ്രതിമ കൂത്താട്ടുകുളത്ത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും കണ്ടായിട്ട് ഓർക്കുന്നില്ല. CPM നേതാക്കൾക്ക് പലർക്കും പ്രതിമയുണ്ട്. EMSൻ്റെ പ്രതിമ ഞാൻ നേരത്തെ പറഞ്ഞു. AKGയുടെ കണ്ണൂരുണ്ട്. അതുപോലെ EK നായനാരുടെ പ്രതിമ നായനാർ അക്കാഡമിയിലുമുണ്ട്. ഇതാണ് CPMലെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് CPMകാർ നേരത്തെ പ്രതിമ സ്ഥാപിച്ചു, CPIക്കാർക്ക് പ്രതിമ വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയൊക്കെ നിരവധി പ്രതിമകളുണ്ടായിരുന്നു. ലെനിൻ്റെ പ്രതിമയൊക്കെ ഇപ്പോഴും ഉണ്ട്. സ്റ്റാലിൻ്റെ പ്രതിമകൾ നീക്കം ചെയ്തു ക്രൂഷ്ചേവിൻ്റെ കാലത്ത്. ഞാൻ മോസ്കോയിൽ പോയപ്പോൾ അവിടെ കലുഗ സ്ക്വയർ എന്ന സ്ഥലത്ത് 1985 സ്ഥാപിച്ച ലെനിൻ്റെ അതിഗംഭീരമായ വലിയ ഒരു അതിഗംഭീരമായ ഒരു പ്രതിമ കാണാം. അവിടെ നിന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് റഷ്യയിലെമ്പാടുമായിട്ട് നോക്കിയാൽ ഏതാണ്ട് 6000-ഓളം പ്രതിമകളുണ്ട് ലെനിൻ്റെ. അതൊന്നും നീക്കം ചെയ്തിട്ടില്ല. സ്റ്റാലിൻ്റെ പ്രതിമകളുണ്ടായിരുന്നു. സ്റ്റാലിൻഗ്രാഡിലാണ് ഏറ്റവും വലിയ പ്രതിമ ഉണ്ടായിരുന്നത്. അതൊക്കെ ക്രൂഷ്ചേവിൻ്റെ സമയത്ത് എടുത്തു മാറ്റി. പക്ഷേ ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്താ വെച്ചാൽ സ്റ്റാലിൻ്റെ പ്രതിമകൾ വീണ്ടും സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. വ്ളാഡിമിർ പുടിൻ തന്നെ മുൻകൈയെടുത്ത് ജനറൽ ഷുക്കോവിൻ്റെയും സ്റ്റാലിൻ്റെയൊക്കെ പ്രതിമകൾ സ്റ്റാലിൻഗ്രാഡിൽ സ്ഥാപിച്ചു. ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച്. പിന്നെ ഈ സമീപകാലത്ത് കഴിഞ്ഞ വർഷമാണ് അവിടെ ഈ ലിത്വാനിയൻ അതിർത്തിയിലുള്ള ഒരു പട്ടണത്തിൽ 23 അടി ഉയരമുള്ള സ്റ്റാലിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ച്. 23 അടി. അപ്പോൾ എത്ര വലിയ ഗംഭീരമായ പ്രതിമയായിരിക്കുന്നു ഊഹിച്ചു നോക്കുക. ആ പ്രതിമ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, ഈ നിരവധി പള്ളികൾ പൂട്ടിക്കുകയും വൈദികരെ തടങ്കലാക്കുകയും അതുപോലെ അത്യാവശ്യം ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്ത സ്റ്റാലിൻ്റെ പ്രതിമ ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ വെഞ്ചരിച്ചു എന്നുള്ളതാണ്. ആ പുരോഹിതൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടായിരിക്കും വെഞ്ചരിച്ച് കാണുക. കാരണം ഈ ഓർത്തഡോക്സ് സഭയെ പരമാവധി ദ്രോഹിക്കുകയും മെത്രാന്മാരെയും വൈദികരെയൊക്കെ വധിക്കുകയും ചെയ്ത സ്റ്റാലിൻ്റെ പ്രതിമ വെഞ്ചരിക്കുന്നതിനേക്കാൾ വലിയ എന്ത് തമാശയുള്ളത്. എത്ര പള്ളികളാണ് പുള്ളി ഇടിച്ച് നിരത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ വെഞ്ചരിച്ചു. പിന്നെ വൈദികൻ്റെ പേരിൽ സഭ നടപടി എടുത്തു എന്നാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ പ്രതിമ ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് അതിലൊരു വൈമനസ്യം വിചാരിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ മറ്റു നേതാക്കന്മാരുടെയൊക്കെ പ്രതിമകൾ കുറേശ്ശെ സ്ഥാപിച്ചു തുടങ്ങാം. സ്റ്റാലിൻ്റെ പ്രതിമ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്ഥാപിച്ച പോലെ കാരണഭൂതൻ്റെ പ്രതിമയും വേണമെങ്കിൽ സ്ഥാപിക്കാം. ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രതിമ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വേലുത്തമ്പിയുടെ ആരും മറന്നുപോയി. സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ വേലുത്തമ്പി നിലവ ഉടവാളുമായി നിൽപ്പുണ്ട്. ആ വേലുത്തമ്പിയുടെ വലത്തുവശത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചാലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേലുത്തമ്പി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ശക്തനായ ഒരാൾ കേരളത്തിൽ കാരണഭൂതം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിക്കണം. പാർട്ടിയുടെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് ഇതിനെ പ്രമേയം പാസ്സാക്കി ജനങ്ങളിൽ നിന്ന് പിരിച്ചോ അല്ലെങ്കിൽ പൊതു ഖജനാവിൽ നിന്ന് എടുത്തോ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. എന്തിനാ ഒരു പ്രതിമ വയ്ക്കുന്ന ഓരോ ജില്ലാ ആസ്ഥാനത്തും ഓരോന്ന് വെച്ച് കൊടുക്കാം. അതൊന്നും എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അച്യുതമേനോൻ്റെ പ്രതിമയെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേട്ട ഒരു ചെറിയ ആക്ഷേപം എന്ന് പറയാൻ പറ്റില്ല, ഒരു അഭിപ്രായ വ്യത്യാസം. ഈ പ്രതിമയ്ക്ക് അച്യുതമേനോൻ്റെ ഛായയില്ല എന്നുള്ളതാണ്. അച്യുതമേനോനെ കണ്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ പടം മാത്രം കണ്ടുള്ളവരാണ് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ കൂടുതലും. കാരണം അദ്ദേഹം മരിച്ചിട്ട് കുറേ കാലമായല്ലോ. 1991 മരിച്ച. അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന അച്യുതമേനോനും പ്രതിമയിൽ കാണുന്ന അച്യുതമേനോനും തമ്മിൽ വലിയ സാദൃശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ ഇത് അച്യുതമേനോനല്ല, പ്രതിമയാണ് എന്നുള്ളതാണ്. EK നായനാരുടെ പ്രതിമയ്ക്ക് EK നായനാരോട് വല്ല സാദൃശ്യമുണ്ടോ? ഒരു സാദൃശ്യമില്ല. അത് കണ്ട് ശാരദ ടീച്ചർ പോലും പറഞ്ഞു, ഇത് ആരുടെ പ്രതിമയെന്ന് എനിക്ക് മനസ്സിലായില്ലോ എന്ന്. അതുപോലെ K കരുണാകരൻ്റെ തൃശ്ശൂരിരിക്കുന്ന പ്രതിമയും സാക്ഷാൽ കരുണാകരനും തമ്മിൽ വല്ല സാദൃശ്യം ഉണ്ടായിരുന്നു? ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് കരുണാകരൻ്റെ പ്രതിമയാണ്, കരുണാകരനല്ല എന്നുള്ളതാണ്. പണ്ട് എവിടെ ബുക്കാറസ്റ്റിലോ മറ്റോ നമ്മുടെ രാം കിങ്കർ ബൈജ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ശില്പി ഉണ്ടാക്കിയ ഒരു പ്രതിമ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആയിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട അവിടുത്തെ ആളുകളൊക്കെ വിചാരിച്ചു ഇതായിരിക്കും ടാഗോറെന്ന്. പക്ഷേ സത്യത്തിൽ ടാഗോറുമായിട്ട് ഇതിന് യാതൊരു സാദൃശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒരു CPM മന്ത്രി അവിടെ ചെന്നപ്പോഴാണ് പുള്ളി ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത് ആരെന്ന് ചോദിച്ചു. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറാണ്. അയ്യോ ഇതാണോ ടാഗോർ? ഈ പ്രതിമ ആരാണ് ഉണ്ടാക്കിയത്? രാം കിങ്കർ ബൈജ് ഉണ്ടാക്കിയതാണ്.
ഇതിന് യാതൊരു സാദൃശ്യവുമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. പിന്നെ ജ്യോതി ബസു ഇടപെട്ട അദ്ദേഹത്തെ ശാന്തനാക്കി. പുള്ളി പറഞ്ഞു ഇത് പ്രതിമയാണ്, പ്രതിമയ്ക്ക് യഥാർത്ഥത്തിലുള്ള ടാഗോറുമായിട്ട് അങ്ങനെ വലിയ പൊരുത്തമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നത്. അപ്പോൾ ഈ ജ്യോതി ബസുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള അച്യുതമേനോൻ്റെ ഛായ പ്രതിമയ്ക്ക് ഉണ്ടാകണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് പ്രതിമയാണ്, അല്ലാതെ അച്യുതമേനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചത് നന്നായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ഭാവങ്ങളും നേരുന്നു. 30-ാം തീയതി തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ വളരെ രക്തലിപികളിൽ എഴുതപ്പെട്ടൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.